അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ അപ്പൊ ഭയങ്കര തിരക്കാണ്. കുറെ ചെടിക്ക് ഓർഡർ കിട്ടിയായിരുന്നു, ഡെയ്സി ചെടിക്ക്. അപ്പൊ അതെല്ലാം ഞാൻ പാക്ക് ചെയ്തു. ഡെയ്സി ഉണ്ട്, മറ്റേ വൈറ്റ് ഓർക്കിഡ് ഉണ്ട്, റോസ കമ്പനി കുറെ ഉണ്ട്. അതെല്ലാം ഞാൻ പാക്ക് ചെയ്യുമായിരുന്നു രാവിലെ എഴുന്നിട്ട്. പിന്നെ നമ്മുടെ കുരുമുളക്, ഏലം, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, അങ്ങനെ ഉള്ള ഐറ്റങ്ങൾ ഒരു 2-3 പേർക്കുണ്ട്. അപ്പോൾ കുറേ ദിവസം കൂടിയാണ് ശ്രീകുട്ടന് വയ്യാഴിക വന്നാൽ പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ അയക്കാൻ ഇച്ചിരി ബെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വീണ്ടും ഒന്ന് ആക്റ്റീവായി വരുന്നത്. ആൾക്കാർ കുറേ ഓർഡർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും 10 പൈസ വരുമാനം കിട്ടും. മഴക്കാലമായിട്ട് ചെറിയ വരുമാനം എനിക്കും മോളമയ്ക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. അപ്പോൾ അത്യാവശ്യക്കാർ ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് നമ്മുടെ ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് നമ്മൾ ഒത്തിരി വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്, സ്പൈസസ് ഐറ്റങ്ങളെല്ലാം ഉണ്ട്, ചെറുതേനും വൻതേനും എല്ലാം ഉണ്ട് ഇപ്പം. അപ്പോൾ എല്ലാവരും ഓർഡർ തരിക, അയക്കാം. പിന്നെ നമുക്കിപ്പം പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഡേസി ചെടിയുണ്ട്, നല്ല നല്ല പൂക്കള, 2 കളറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മ രാവിലെ കൂർക്ക കറി വെക്കുക കേട്ടോ. ഇന്ന് കൂർക്കക്കറിയാണ് ഉച്ചയ്ക്ക്. ശ്രീകുട്ടൻ ഇന്നലെ കടയിൽ പോയപ്പോൾ മേടിച്ചോണ്ട് വന്ന കൂർക്ക. അവന് കൂർക്ക ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് വറുത്തരച്ച് വെക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് തെരണ്ടി മീനും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. തെരണ്ടി വറക്കണം, കൂർക്ക വറുത്തരച്ച് വെക്കണം, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. ഒരു 4-5 ദിവസം കൂടെ ഉള്ളു ഞാനിവിടെ. അതെ. അപ്പൊ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം വെള്ളച്ചോറും സാമ്പാറും ആയിരിക്കും. അന്നേരം മുട്ട കൂർക്ക കേട്ടോ. ചെറുനാടൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. കിഴങ്ങിന്റെ വലിപ്പമുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ ചെറുന എളുപ്പമല്ലേ? എളുപ്പമുണ്ട്. ചെറുതാണെ പണിയാ. ഇതിനിപ്പോ അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇടണം കറ പോകാനായിട്ട്. മഴയാണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ തൊട്ടേ മഴ. ഇന്നിപ്പോൾ രാവിലെ ഏറ്റവും വാർത്തക്കകത്ത് പറഞ്ഞു എല്ലാ ജില്ലയിലും മഴയൊക്കെ ഇന്ന് കുറവാണ്. പക്ഷെ നമുക്ക് മാത്രം കുറവൊന്നുമില്ല, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് ഭയങ്കര മഴയാണ്. അപ്പോൾ ആണെങ്കിൽ മഴ ഈ ചെടിക്ക് ഓർഡർ കിട്ടിയിട്ടേ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായി. മഴ കാരണം നമുക്ക് പറിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ പറിച്ച് പാക്ക് ചെയ്താണ്. ഇതെല്ലാം ഡെയ്സി ചെടി, ഓർക്കിഡ്, പിന്നെ കർപ്പൂര ചെടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് കാപ്പിപ്പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെയുള്ള സാധനമൊക്കെ. ഇതിനകത്ത് മഞ്ഞപ്പൊടിയുണ്ട് 1 കിലോ. നല്ല മഞ്ഞപ്പൊടിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല മണമുള്ള മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയാണ് ഇപ്പോൾ ഏറ്റവും അടിപൊളി വന്നേക്കുന്നത്. നമ്മുടെ ഇവിടെ പൊടിച്ച കേട്ടോ, ആൾക്കാർ പറിച്ചു ഉണങ്ങിയിട്ട്. തടയില്ലേ, മഞ്ഞളിന്റെ തട, അതാണ് ഈ പ്രാവശ്യം പൊടിച്ചിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് അത്ര നല്ല മണമാണ്, നല്ല മണം. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇതെങ്ങനെയും നനയാതെ കൊണ്ടുപോയിട്ട് ഒന്ന് അയച്ചിട്ട് വരണം. എനിക്ക് മുപ്പായി കൊണ്ടുവരുന്നുണ്ടോ നമ്മുടെ നോക്കിയാൽ ചെടി, ഈ ടൈപ്പ് ചെടി കേട്ടോ നമ്മളിപ്പോൾ അയച്ചത്, ഡെയ്സി ചെടി. പിന്നെ പൂത്ത് വരുന്നേ ഉള്ളൂ, കുഞ്ഞു ചെടി. പിന്നെ ആ ടൈപ്പ് ഇതുണ്ടോ, ഭയങ്കര മഴ കേട്ടോ, മഴയോ മഴ. എന്നാൽ പോയാലോ അപ്പാ, വാ. എങ്ങനെയാലും ഒരു ചാക്ക് വരുവാണേലേ പറക്കി എടുത്തിട്ട് ഇതിൽ നനയും. നമ്മുടെ വഴിയിൽ മണ്ണ് ചെളിയായി കേട്ടോ, ഫുള്ള് ചെളിയായി, നടക്കാൻ പോലും പറ്റാത്ത പോലെ. സാധനം അയക്കാനായിട്ട് ഓട്ടോ നമ്മുടെ അപ്പുറത്താണ് കിടക്കുന്നത്. ഇങ്ങോട്ട് ചെളി ആയതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. ഓട്ടോ ഇതിൻ്റെ അകത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ വീല് താന്നു പോകും, കയറ്റാൻ ഭയങ്കര പാടാണ്. തലേ ചുമടും ഒക്കെ ആയിട്ട് 2 പേരും കൂടെ അയക്കാൻ പോകുന്നുണ്ട്, അപ്പനും മോനും കൂടെ. മഴയാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമല്ലോ. ഭയങ്കര ചെളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയായിപ്പോയി കേട്ടോ. നമ്മൾ ആ മണ്ണെടുത്ത് നമ്മുടെ വഴി നന്നാക്കാനായിട്ട് ശകലം ഇട്ടതായിരുന്നു. എല്ലാ ആണ്ടും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. എല്ലാ ആണ്ടും ഇവിടുന്ന് ഉള്ള വെള്ളവും അപ്പുറത്തെ വഴിയിൽ നിന്നുള്ള വെള്ളവും കൂടെ വരുമ്പോഴത്തേന് വഴി ഇങ്ങനെ തന്നെ കിടക്കുന്നത്. 5-6 കല്ല് പറക്കിയിടണമെങ്കിൽ നമ്മളെ പറക്കിയിടുള്ളൂ, വേറെ ആരും കൂടുകയൊന്നുമില്ല. ഇനിയിപ്പം എവിടെയെങ്കിലും മക്കോ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടിട്ടാൽ ഒരുമാതിരിയെങ്കിലും ഒന്ന് നടക്കാൻ പറ്റുന്ന പോലെ ആക്കി എടുക്കണം. മഴ അവരങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും മഴയും തുടങ്ങി കേട്ടോ. നമ്മുടെ റോസപ്പൂവെല്ലാം മഴ പെയ്ത് തലയും കുത്തി കിടക്കുക. നല്ല ശക്തമായിട്ടുള്ള മഴയാണ് കേട്ടോ. ചെറിയ കാറ്റുമുണ്ട്. അങ്ങും കണ്ടോ മരങ്ങളൊക്കെ ആടുന്നുണ്ടോ. നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടൻ കടച്ചക്ക ഒരെണ്ണം ഉച്ചക്കത്തേനും കറി വെക്കാനായിട്ട് പറിക്കാനായിട്ട് വന്നതായിരുന്നു. പക്ഷെ മഴ കാരണം പറിക്കാതെ പോയി. കടച്ചക്കയൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. 1-2 നല്ലോണം മൂത്തിട്ടുള്ളൂ. മറ്റെല്ലാം മഴ കാരണം തൂക്കാതൊക്കെ കിടക്കുന്നുണ്ട്. ചെടിയുടെ ഇലയൊക്കെ വീണ് അത് കൈ കിടക്കുക.
അപ്പം പപ്പായും മോനും കൂടെ സാധനങ്ങളൊക്കെ അയക്കാനായിട്ട് ഉപ്പാറയ്ക്ക് പോയി. ഞാനിവിടെ കൂർക്കയൊക്കെ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ ചുമ്മാ ചൂടുവെള്ളം കുടിച്ചോണ്ടങ്ങ് ഇരുന്നതാണ് കേട്ടോ. ഭയങ്കര തണുപ്പ് മഴ പെയ്തപ്പോഴത്തേനെ. ഞാനാണെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പനിയാണല്ലോ. ആ പനി വന്നിട്ട് എന്നാണോ മാറുന്നില്ല. തൊണ്ടയ്ക്ക് വേദന, പെടലിക്ക് 2 സൈഡിലും വേദന, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ശ്രീകുട്ടൻ പറയുക, അമ്മയുടെ പനി ഒന്ന് പെട്ടെന്ന് മാറിയാൽ മതി, ഞാൻ പോകുന്നതിന് മുമ്പ്. ഇനിയിപ്പോൾ അധികം ദിവസം അവൻ നിൽക്കുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ക്ലാസ് പോകുമല്ലേ, അതുകൊണ്ട് അവന് ഒരു ദിവസം നിർത്താതെ അങ്ങ് വിടാൻ ഓർത്തോണ്ടാണ് ഇരിക്കുന്നതേ. അന്നേരം അവൻ പറയുക, നമുക്ക് പനിയായിട്ട് കണ്ടിട്ട് പോയാൽ എനിക്ക് സങ്കടമാകും, എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് അമ്മയുടെ പനി അസുഖങ്ങളൊക്കെ മാറണം. അമ്മ ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് പോയാലേ എനിക്കൊരു സന്തോഷമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്നേരം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എന്നു ചോദിച്ചാൽ ഞാൻ എപ്പോഴും പരിക്കാത്തോടെ ഇങ്ങനെ ഓടി നടക്കുന്നതും പപ്പായാണെങ്കിലും എല്ലാ പണിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പുറത്തുകൂടെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് പോകണം അവർക്കൊരു സമാധാനമാണ്. നമ്മളിങ്ങനെ വയ്യെന്ന് പറയുമ്പോഴത്തേനും അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് അവൻ പറയുക, നമ്മുടെ പനി പെട്ടെന്ന് കുറയട്ടെ, അമ്മച്ചി ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. അയ്യോ, ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എന്തെങ്കിലും കരിപ്പെട്ടി മേടിക്കാൻ പറഞ്ഞു വിടണമെന്ന് ഓർത്താട്ടോ. പക്ഷേ അത് മറന്നുപോയി, ഒന്ന് വിളിച്ച് പറയാം. അങ്ങനെ മേടിച്ചുകൊണ്ട് വരും. ഒരു ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചാൽ പനി അങ്ങ് പെട്ടെന്ന് മാറും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 ദിവസം മുമ്പ് കുട്ടണ്ണൻ എനിക്കൊരു ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് തന്നായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി ആശ്വാസമായത് കേട്ടോ. ഇനിയിപ്പം ഒന്നും കൂടെ ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കണം. അന്നേരം അവർ പോയിട്ട് വരുമ്പോഴത്തേന് ശ്രീകുട്ടൻ പറഞ്ഞ കറികളൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അവനിവിടെ വന്നു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഈ വീട്ടിൽ കറി വെക്കുകയുള്ളൂ. ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും നോക്കാറേ ഇല്ല. അല്ലെങ്കിലും പണ്ട് തൊട്ടേ എൻ്റെയും കൂട്ടൻ്റെ ഇഷ്ടങ്ങളൊന്നും ഞങ്ങൾ നോക്കാറില്ല. പിള്ളേർക്ക് എന്ത് ഇഷ്ടമാണോ, മാളക്കുട്ടി വരുമ്പം മാളക്കുട്ടിക്ക് എന്നാണോ ഇഷ്ടപ്പെടുന്നത് അതുണ്ടാക്കും. പൊന്നു വരുമ്പം പൊന്നുവിന് എന്നാ ഇഷ്ടമുണ്ട് അതുണ്ടാക്കും. അവൻ വരുമ്പോൾ അവൻ എന്നാണോ ഇഷ്ടമുള്ളത് അതുണ്ടാക്കും. അങ്ങനെ ഇവിടുത്തെ ഒരു നമ്മുടെ പഴയ കാലം തൊട്ടുള്ള ഒരു ജീവിതം കേട്ടോ. നമ്മൾ നേരത്തെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു തോരൻ കറി വെച്ചാലും അവർക്ക് ഇഷ്ടപ്പെട്ടതേ ഞങ്ങൾ വെക്കാറുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്നത്. ഇനിയിപ്പം കറികളൊക്കെ വെക്കട്ടെ. അവൻ വരുമ്പോഴത്തേന് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാറുണ്ട്, അതെല്ലാം ഒന്ന് കഴുകണം. പനിയാണെങ്കിലും വിശ്രമമില്ലല്ലോ, വീട്ടിലെ പണികളും നമ്മൾ തന്നെ ചെയ്യണ്ടേ. അതായി പനി കുറയാത്തത്. എപ്പോഴും തണുത്ത വെള്ളത്തിൽ കൈയിട്ട് മുക്കുകയും പാത്രം കഴുകുകയും മുറ്റത്തൂടെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ പനി കുറയാത്തത് കേട്ടോ. മാമനെ പ്ലാസ്റ്റിക് ഇട്ടോണ്ട് പോന്നട്ടെ. അപ്പൊ ഈ കഥ ആരാ പോന്നെ? ഇവിടെ നോക്കിട്ട് മനസ്സിലായില്ല. എന്നാ അതാരാ? അപ്പൊ രാവിലെ വന്ന് ചക്കയൊക്കെ ഇട്ടോണ്ട് വന്നിട്ട് വെട്ടിപ്പറക്കി തന്നിട്ട് പോകാം കേട്ടോ. സമയം 4:30 ഞാൻ 12 മണി അല്ല, ഞാൻ 1 മണിയാവും പോകുന്ന പറഞ്ഞിട്ട് വന്ന ആളാ. 1 മണി തൊട്ട് ഞാൻ പോവാന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പൊ 4:30 സമയം. മൊത്തം ചക്കയും വെട്ടിപ്പറക്കി കണ്ടിട്ടിട്ട് പോകാൻ പറ്റും. അത് ശരിയാ. അല്ലെങ്കിൽ എനിക്ക് ഒരു മൂക്കിപ്പനിയാണ്, അല്ലെങ്കിൽ ഒരു പനിയാ ജലദോഷം വന്നെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് നമ്മൾ കയറി വരും കേട്ടോ. നമുക്ക് പിന്നെ ഇരിക്കപ്പുറത്തില്ല. അപ്പൊ കൊച്ചിനെ കാണണം. അവരുടെ വീട്ടിലെ കൊച്ചാട്ടെ ഇത്. നമ്മുടെ വീട്ടിലെ കൊച്ചിന്ന് പോയില്ലേ? നമ്മുടെ വീട്ടിലെ കൊച്ചു പോയി. താഴെ എൻ്റെ തറവാട്ടിലെ കൊച്ചു ഞാനാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇരിക്കപ്പുറത്തില്ല. ചേട്ടായിക്കാണല്ലോ അതെ കേട്ടോ. എനിക്ക് എന്തെങ്കിലും പനിയൊക്കെ എന്ന് പറഞ്ഞാൽ അവനും ഒരു സങ്കടമാണ്. പെട്ടെന്ന് അവനും കയറി വരും. അവൻ്റെ അമ്മയോട് വന്ന് ചക്കയൊക്കെ വെട്ടി. വീട്ടിലമ്മയൊരു ചക്ക വെട്ട് പണിയുണ്ടല്ലോ, മാവ് എടുത്ത് തിന്നിട്ട് ആവശ്യത്തിന് തീറ്റയും കഴിഞ്ഞ് പോയി കിടക്കുകയും ചെയ്യും. ഒരു ചക്കച്ചോളം പോലും പറക്കി കൊടുക്കില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് അത്രയും ചക്ക പറക്കി തന്നില്ലേ. അതെന്ന് പറയാം, അത്ഭുതമായി പോയി. മെല്ലെ പോകുന്നില്ല. മാമൻ വന്നുകൊണ്ട് അപ്പ ചോദിച്ചു അതാരോ പോകുന്നു. മഴയല്ലേ, കൂട്ടിയെ പോകുമ്പോൾ നനയല്ലേ. അതുകൊണ്ട് അമ്മ ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് എടുത്ത് കൊടുത്തു. അത് ഇട്ടിട്ട് മാമൻ നടന്നു പോവാ. അതാരാ പോകുന്നത്? അയ്യോ. അപ്പൊ ഇനി ഇതെല്ലാം മറക്കണം കേട്ടോ. പപ്പ വന്നിട്ട് വേണം മറക്കാൻ. എനിക്ക് ഇതിൻ്റെ അകത്തുണ്ട് അരിയാനുണ്ട്. ഉണ്ടാക്കാത്ത മൊത്തം മറക്കാനുള്ള, അപ്പുറത്തെ ഇതിനകത്ത് മറക്കാനുള്ള. 3 മണിക്കൂർ ഇങ്ങനെ മറക്കണം. നല്ലൊരു എണ്ണ ചൂടായിട്ട് ഇട്ടില്ലേ ഉണ്ടോ കല്ലിച്ചു പോകും. അങ്ങനെ പെയ്യ പപ്പ വരുമ്പോഴത്തേനെ ഒരാളിനെ കൊണ്ടുവിട്ട് വരുമ്പോഴത്തേന് ഞാൻ അടുപ്പിറ്റിയൊക്കെ കൂട്ടി നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് മെസ്സേജ് ചോദിച്ചു, ശ്രീകുട്ട കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ചക്കവറുത്ത് വേണം, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി നമുക്കൊന്നും ഇവിടെ നമുക്ക് ചക്കയില്ല, നമ്മുടെ പറമ്പിൽ ചക്കയില്ല. പിന്നെ നമ്മൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയോ രാധമ്മയോ ഒക്കെ ഇതുപോലെ കൊണ്ട് തരുമ്പോഴേ ഉള്ളൂ.
ആണോ? അന്ന് നമുക്ക് ഓർഡർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞേ. അപ്പം ഞാനും ഇങ്ങനെ ഓർക്കുമായിരുന്നു, ചക്ക വറുത്ത് തരുന്നതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ചക്കയില്ല, ഒന്നാമത് ചക്കയില്ല. അതായത് ചക്ക ഉണ്ടേ തന്നെ നമുക്കൊരു കിലോയ്ക്ക് ഒരു 2000 രൂപ കിട്ടിയാലും മുതലാകില്ല. എന്ന് വെച്ചാൽ അതുപോലെ മെനക്കേടാണ് ഈ ചക്ക വറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പണി. അതെ അതെ. ഇപ്പം ഞാൻ പൊന്നിന് കൊടുക്കാനും ഇവൻ ശ്രീകുട്ടന് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പം രാധമ്മയോട് വിളിച്ച് പറഞ്ഞ് ഈ 2 ചക്ക കൊണ്ടുവന്ന് ഇപ്പം ചേട്ടായി അമ്മയും കൂടെ 2-3 മണിക്കൂർ മെനക്കെട്ടിട്ടാണ് ഇതൊന്ന് വെട്ടിപ്പറക്കി. ചോറുണ്ട പാടും അപ്പം അല്ലേ ഇരുന്നു 1.5 ഇരുന്നാ ഇത്രയും ചക്ക. 2 ചക്ക, ഇത് 2 ചക്ക ഉള്ളമേ. 2 ചക്ക വെക്കണേ. 2 ചക്ക ഒരെണ്ണോട് വെട്ടാനിരിക്കുന്നല്ലേ. ചക്കപ്പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട് പിടിച്ച പണി തന്നെയാണ് കേട്ടോ. അത് വെട്ടിക്കോ എടുത്ത് എല്ലാം ഒരുക്കി വൃത്തിയാക്കി വറുത്ത് കോരുക എന്ന് പറയുമ്പോൾ ചക്ക വറുത്ത് നമുക്ക് മേടിച്ച് തിന്നാൻ വേണേ കടയിൽ നിന്ന് ആവശ്യം പറയുന്ന പൈസ കൊടുത്ത് മേടിച്ചെടുക്കാം. ഏറ്റവും നല്ലതാ. ഏറ്റവും നല്ലതാ. അന്നേരം നമ്മൾ അന്നേരം ഉണ്ടാക്കി തിന്നുന്നതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് കാണില്ല കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ. ചേച്ചിക്ക് എല്ലാ വർഷവും മാമനും രാധമ്മയും ചക്ക വറുത്ത് വെക്കുന്ന കേട്ടോ. പൊന്നിന് വേണ്ടി കൊടുത്തുവിടാൻ വേണ്ടി വറക്കണതാണ്. ഇവിടെ അവർക്ക് സമയം കിട്ടിയില്ല. ചക്കയൊക്കെ മഴയ്ക്ക് മുമ്പ് വീണ് പോകുന്നതിന് ഇപ്പുറം 2 ഇട്ടുകൊണ്ട് വന്ന് വറുത്തത് എല്ലാവരും കൂടെ കൂടി അങ്ങനെ പ്ലാൻ ചെയ്ത് ഇട്ടുകൊണ്ട് വന്നാ. ഇതിച്ചിരി വേവിക്കാൻ വേണ്ടി ആണ് അരിഞ്ഞു വെച്ചതാ. നമുക്ക് വൈകിട്ടത്തെ ശകലം വേവിക്കാം. പാലെടുത്ത് ഫ്രിഡ്ജ് വെയ്യാ. അപ്പൊ ഇന്ന് ചക്കവർക്ക് ഇതിന്റെ പരിപാടി പുറകെ പോയി നമുക്ക് വീഡിയോ പോലും എഡിറ്റ് ചെയ്യാനും ഇടാനോ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പൊ നാളെ വീഡിയോ വരുമ്പോ എല്ലാവരും ഓർക്കും വീഡിയോ. ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങള്. ഇപ്പം എനിക്ക് ഗുളികയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പാരസെറ്റാമോൾ ഒരെണ്ണം കഴിച്ചു, ആന്റിബയോട്ടിക് കഴിച്ചു. പക്ഷെ ശബ്ദം ഒരു ക്ലിയർ ആകുന്നില്ല. എന്തോ 2 ദിവസം എടുക്കും. എന്നിട്ട് ഇനിയിപ്പം പപ്പ തന്നെ വറുത്ത തീരെയല്ലോ. തീ കൂട്ടി പാത്രം വെച്ചിട്ട് ഇപ്പോഴേ വെച്ചോ. ഞാൻ ഇളക്കി ഞാനും സഹായിക്കാം. പിന്നെ അടുക്കളയിലും പണിയുണ്ട്, പെരയ്ക്കാവൊന്നും തൂത്തില്ല. വീട്ടിലൊത്തിരി പണിയുണ്ട്. കൊച്ചും കൂടെ വന്നോണ്ട് അവിടെ കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ട്. ഇന്ന് പെരയൊന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വയ്യായിരുന്നു. നാളെ വൃത്തിയാക്കാം. ഒന്നേന്നെല്ലാം ഒന്ന് ചെറുതായിട്ട് തൂത്തുപറക്കൊക്കെ എടുത്ത് വൃത്തിയാക്കണം. കുഞ്ഞിപ്പെണ്ണ് വന്നു, ഒരു ദിവസത്തെ ഓളം വെള്ളവും എല്ലാം കഴിഞ്ഞു പോയി. വയ്യാത്തോണ്ടുണ്ടല്ലോ അവളോടൊന്ന് കുറച്ച് നേരം ഒന്ന് വർത്താനം പറയാൻ പോലും പറ്റിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ കുറച്ച് നേരം കിടന്നു. പിന്നെ രാമയും ചേട്ടായും കൂടെ വന്നുകൊണ്ട് ചക്കയുടെ പുറകെ എല്ലാവരും പോയി. അതുകൊണ്ട് അവളെ വലിയ പ്രാവശ്യം ഗവനിക്കാൻ പറ്റിയില്ല. പിന്നെ അവൾ ഓരോന്നും പറഞ്ഞോണ്ട് ഇവരെ പുറകെ നടക്കുമായിരുന്നു കേട്ടോ. അവക്കുള്ള മരത്തിലൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി വെക്കുവാണെങ്കിൽ അടുത്ത മാസം വരുമ്പോൾ കൊണ്ടുപോക്കോളൂ. പിന്നെ ഇപ്പം ഞാനും കുട്ടനോട് കൊണ്ട് വിട്ടിട്ട് വന്നതാണ്. പോകാൻ നേരം അവിടെ ചെന്നിട്ട് 2 ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു മോൻ പോകും കേട്ടോ, ഇനി മഴക്കാലമൊക്കെ മോന് പനിയും ജലദോഷമൊക്കെ പിടിച്ച് അമ്മയെ വിളിച്ചേക്കാതൊക്കെ പറഞ്ഞിട്ടാ പോയത്. പിന്നെ ചെന്നത് വണ്ടിയും കിട്ടിയേ. വണ്ടിയും കിട്ടി ഇരിക്കാൻ സീറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. ഇനിയിപ്പം ഇച്ചിരി കൂടെ കഴിഞ്ഞ് വിളിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ചെന്നെന്നും പറഞ്ഞോണ്ടേ. അങ്ങനെയൊക്കെ ഇരിക്കണു. അപ്പോൾ ഒരാൾ ചായ ഇല്ല കേട്ടോ. അമ്മ ഇന്ന് ഞാൻ കുളിക്കണോ? ഭയങ്കര തണുപ്പമ്മേ. കാറ്റും മഴയായതുകൊണ്ട് ഭയങ്കര തണുപ്പ്. നാളെ കുളിക്കാം അല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? ഇത്ര ദിവസം ഞാൻ കുളിപ്പിച്ചില്ലേ, ഇനിയിപ്പോ ഓക്കെ ആയില്ലോ, തന്നെ കുളിക്കാറായല്ലോ. നാളെ കുളിച്ചാൽ മതി. ഭയങ്കര ഞാനിപ്പം പോയി തല കഴിയില്ല കേട്ടോ. മേലൊന്നും കഴിയില്ല. എനിക്ക് പനി ആയതുകൊണ്ട് തല കഴിയില്ല. അയ്യോ എന്നാ കാറ്റും തണുപ്പാ. ചെടിച്ചെടി 3-4 മറിച്ച് കളഞ്ഞു കാറ്റ്. ഉച്ചക്കൊന്നും പറഞ്ഞു പോയി. അത് പപ്പ 100 വെച്ചു. പിന്നെ ഇപ്പൊ കാറ്റ് വീണ്ടും പറഞ്ഞു പോയി. ചായ കുടിക്കാനായിട്ട് പപ്പ സേറമോളെ അഴിച്ചു വിടാൻ പോയേക്കോ അല്ലേ? ചേർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയി. അപ്പൊ ചക്ക ഉറക്കുമായിരുന്നു കേട്ടോ ഇത്ര നേരം. ചക്ക നാളത്തേന് വെച്ചാൽ അഴുക്കായി പോവല്ലേ. വെട്ടുന്ന അന്ന് തന്നെ വറക്കണം. പുളിക്കോ അല്ലെ ഒരു കാർച്ചവയൊക്കെ പിടിക്കും. അപ്പൊ മഴയത്തൂടെ നടന്ന സേറക്ക് തീറ്റയൊക്കെ കൊടുക്കും. ഇപ്പൊ വരും കേട്ടോ. വാ ചായ എടുത്തേ. അന്നേരം അതമ്മയും മാമനും കൂടെ വന്ന് അത്രയും ചക്ക വെട്ടി തന്നോണ്ട് നമുക്ക് എളുപ്പമായി. നീ വെട്ടിച്ച വന്നല്ലോ. ഇത് വറക്കിച്ചും പണിയാ കേട്ടോ. അപ്പ വറുത്തിട്ട് കോരി വെച്ച കേട്ടോ. ഇത് അവിടെയൊക്കെ ഉണ്ട്. ആ പാത്രത്തിലൊക്കെ ഉണ്ട്. കോരി എടുക്കുന്നു, വറക്കുന്നു. ഇത് ഇളക്കണോ? ആണോ? തണുത്തോ? ഇത് തണുത്തു. ഇത് നമ്മൾ ആദ്യം കോരിയതാണേ. ഇത് തണുത്തു. ഇത് വറക്കാനുള്ളത് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ട്. തണുത്ത് നമ്മൾ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിലേ അടുത്തത് കോരി ഇടാലോ. അതെ, ഇടയാവും. കാറ്റ് കയറാതെ വെക്കണം കേട്ടോ. കാറ്റ് കയറി കഴിഞ്ഞാൽ ചൊങ്ങി പോകും. ചിലവര് വെളിച്ചെണ്ണ വറക്കും, ചിലവര് സൺഫ്ലവർ ഓയിലും ഒക്കെ വറക്കുന്നുണ്ട്. പാം ഓയിലും പന്നി നെയ്ക്കകത്തും ഒക്കെ വറക്കും. ചിലർ നെയ്ക്കകത്ത് വറക്കും. നെയ്ക്കകത്തൊക്കെ വറുത്താണല്ലോ എന്തായാലും തിന്ന്
തീർക്കണം. ചൂടോടെ തന്നെ, അല്ലാതെ പിന്നെ കട്ട പിടിക്കില്ല. മൊത്തം കൊള്ളുകയല്ലേ. ആ സിപ്പ് ഡൗൺ കടയിൽ പോയി ഒരു പാക്കറ്റ് മേടിക്കാൻ പോയാൽ ഭയങ്കര വിലയാണ്. ചക്കവർത്തൊക്കെ ഭയങ്കര വിലയാണ്. ഭയങ്കര വിലയാണ്. ഭയങ്കര വിലയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലുള്ള കഷ്ടപ്പാടായില്ല. അത് ശരിയാ. നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ പാക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ പറയും 120 രൂപ 140 രൂപ പാക്കറ്റിന് വിലയാ. എടുത്ത് നോക്കിയിട്ട് അങ്ങ് തിരിച്ചു വെക്കും. കഷ്ടപ്പാട് കൂടി വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നുമല്ല. ഒട്ടിക്കാൻ പറ്റിയതായിരിക്കും. ബാക്കി കൊണ്ട് നിറയ്ക്കേ. ഒരാളിവിടെ ഏണ്ടൊക്കെയോ പണിയാ, കുറേ നേരമായി കാണാതായിട്ട്. എന്നാ തുണി എല്ലായിടും ചുമ്മാ തേച്ച് വെക്കുക. തുണി ഇപ്പൊ സമയം കിട്ടിയപ്പോഴേ കുറച്ചങ്ങ് തേച്ചേക്കാന്ന് ഓർത്താൽ ഞാൻ എടുത്തോണ്ട് വെച്ചതാ. അപ്പം ചോറൂണൊക്കെ കഴിഞ്ഞു, പപ്പ ഉള്ളിയൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നു. എന്നാൽ ഞാൻ കുറച്ച് 2 തുണി ഒന്ന് തേച്ച് വെച്ചേക്കാം. തേച്ച് വെച്ചിട്ട് ഇപ്പം 10:30 ആയതേ ഉള്ളൂ. ഒരു 11 ആകുമ്പോഴത്തേന് കിടക്കാം. 1 മണിക്കൂർ തേക്കാന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ പറിക്കൊണ്ട് വന്നായിരുന്നു. എൻ്റെ ചുരിദാർ കുറച്ച് തേക്കണം, പിന്നെ നിന്റെ ഷർട്ട് ഒന്ന് തേച്ചിട്ടേക്കാന്ന് വെച്ചു. ഇന്ന് വൈകിട്ട് എൻ്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് നല്ല തെരണ്ടിയില്ലേ, ഉണക്കത്തരണ്ടി കറി വെച്ചതും ചക്ക വേവിച്ചതായിരുന്നു. എന്താ വൈകിട്ടത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. തെരണ്ടി മുളകിട്ട് വെച്ചതല്ലേ, തേങ്ങാപ്പത്തൊക്കെ ഇട്ട്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറി കേട്ടോ. അത് തലേദിവസം കറി വെച്ച് വെച്ചതാ. ഇന്നലെ കറി വെച്ച് വൈകിട്ട് ഞാൻ വെച്ചു. ഇന്ന് എടുത്തപ്പോൾ നല്ല പുളിയൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ടിരുന്നു. അതെ. അപ്പം നമുക്ക് ഇന്നലെ കിട്ടിയ ഗിഫ്റ്റ് നോക്കി. ഞാനതെടുത്ത് അവിടെ വെച്ചേ. ഫോർച്യൂണർ ഇവിടെ ഇതിൻ്റെ ലൈറ്റ് കത്തും കേട്ടോ. ഇതിന് ഫ്രണ്ടിൽ ലൈറ്റും കത്തും, ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഡോറൊക്കെ തുറക്കാം. അതിനൊരു ഒച്ചയുണ്ട്, സൗണ്ടും ഉണ്ട്. ഞാൻ മുമ്പേ ഇത് എടുത്തേ, മുമ്പേ എടുത്തിങ്ങനെ നോക്കിയപ്പം ഇതിനൊരു ഒച്ച ഉണ്ടായിരുന്നു. ഡോറൊക്കെ തുറക്കുന്നുണ്ടോ, ഒരു കിരുന്നും പറഞ്ഞൊരു ഒച്ച ഉണ്ടായിരുന്നു. സൗണ്ട് ഉണ്ട്. കൊള്ളാം കേട്ടോ സംഭവം. കൊള്ളാം, അടിപൊളി. കുഞ്ഞുപിള്ളേരൊക്കെ ഓടിച്ചോണ്ട് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇത്ര കൗതുകത്തോടെ. പക്ഷെ അമ്മയ്ക്ക് വെള്ള കാറാട്ടോ ഇഷ്ടം. എനിക്ക് വെള്ള കളർ ഇഷ്ടം. അമ്മയ്ക്ക് കറുപ്പിനോട് താല്പര്യമില്ല. ബാക്കി ചുരിദാറും മറ്റേ സംഭവമൊക്കെ അമ്മയ്ക്ക് കറുപ്പൊക്കെ ഇഷ്ടമാണ്. പക്ഷേ വണ്ടി മാത്രം അമ്മയ്ക്ക് വെള്ള ഇഷ്ടം കേട്ടോ. അതെന്നറിയാം, നമ്മുടെ റോഡ് ടാർ ചെയ്ത് കഴിയുമ്പോൾ കറുത്ത കളറില്ല. അന്നേരം അതിൽ കൂടെ വെള്ളം പോകുമ്പോൾ പ്രത്യേക ഒരു എടുപ്പാണ് കാണാൻ. അല്ല എല്ലാ കളറും നല്ലത് തന്നെ, എന്നാലും എനിക്കിഷ്ടം വെള്ളയാണ്. വേറെ കളറൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എല്ലാ കളറും നല്ലത് തന്നെ, ഓരോരുത്തർക്കും ഓരോ കളർ ഇഷ്ടങ്ങളുണ്ട്. അതെ അതെ. എനിക്ക് ഞാൻ ആദ്യം കറുപ്പിനോടായിരുന്നു താല്പര്യം എനിക്ക്. പിന്നെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ വെള്ള വണ്ടി പോകുമ്പോൾ ഇച്ചിരി കൂടെ എടുപ്പ് കൂടുതലാണ്. അല്ല പിന്നെ എന്തൊരു വെറൈറ്റി കളറാണെങ്കിൽ അത് ചൂടായി നിന്ന് സ്വിച്ച് ചേർത്ത് വേറെ വെറൈറ്റി കളറൊക്കെ പോകണതിൻ്റെ ഇച്ചിരി കൂടെ ഭംഗിയുണ്ട്. എൻ്റെ ഒരു ഷർട്ടാണ് കേട്ടോ തേക്കുന്നത്. അതൊക്കെ ചെറുതായി എനിക്ക്, ഇതൊക്കെ ചെറുതായി. അതൊക്കെ കോളേജ് ഫസ്റ്റ് ഇയർ പോയപ്പോൾ ഇടാൻ വേണ്ടി എടുത്ത കേട്ടോ. ഒരു 1.5 വർഷമായി ഷർട്ടൊക്കെ എടുത്തിട്ട്. അതെ അതെ. ഞാൻ ഫസ്റ്റ് ഇയർ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഈ അന്ന് യൂണിഫോം കിട്ടുന്നതിനപ്പുറേ കളർ ഷർട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് പോകണമല്ലോ. അപ്പോൾ ഈ ഷർട്ട് ഓരോ ദിവസം വന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു ഓരോരുത്തർ. ഒരുപാട് ഇടാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഷർട്ട്. നല്ല എടുപ്പാ കളർ. അപ്പം നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ്. പപ്പ ഇടയ്ക്ക് മാത്രം വന്നിട്ടേ നോക്കിയിട്ട് പഴുത്തേലയൊക്കെ കണ്ടിച്ച് കളഞ്ഞ് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോകും. അതിന്റെ ഈ മണ്ടവശം ഇച്ചിരി പഴുത്തിട്ടുണ്ടാക്കിയല്ല, അതൊന്ന് എടുത്ത് മാറ്റണം. അതൊന്ന് എടുത്ത് മാറ്റി ഇച്ചിരി മണ്ണുമിട്ട് വേറൊരു പ്ലാന്റ് കാണാം. ഈ പ്ലാന്റ് നോക്കി, ഇത് നല്ല ഉഷാറായി കേട്ടോ. ഈ പ്ലാന്റ് നല്ല സെറ്റായി. ഇത് ചെറിയ പൊടിയുണ്ട്, ഇതുണ്ടോ തുടയ്ക്കണം. വേലയും തുടച്ചോ, കുറേ ദിവസമായിട്ട് തുടച്ചിട്ട്. ഓരോ നാമ്പും ഇങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കും. കഴിഞ്ഞിടെ വന്നതാണ് ഇത് രണ്ടിന്നുണ്ടോ. രസം കേട്ടോ ഈ പരിക്കകത്ത് ചെടി വെക്കുമ്പോഴേ. നമുക്ക് ഒന്നും ചെയ്യില്ലെങ്കിൽ ചുമ്മാ ഇരിക്കും വേണ്ടി ഇല തൂത്ത് വെക്കാനും ഇനി വെള്ളം ഒഴിക്കാനൊക്കെ തോന്നും കേട്ടോ. ഒരു മാസമായിട്ട്
ഇല്ലേ ഞാൻ ഇതെല്ലാം തുടച്ച് പറക്കിയൊക്കെ വെച്ചേ. ഇന്നും പപ്പായ തുടയ്ക്കുന്നത് കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഒക്കെ തുടയ്ക്കാറുള്ളൂ. പപ്പായ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം പപ്പായ തന്നെയാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പണിയൊക്കെ ആയതുകൊണ്ട് അപ്പൊ കുറെ കാര്യങ്ങൾ നടക്കണില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ സേറമ്മയുടെ ഒരു കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ പുറകെയൊക്കെ നടക്കും. നമ്മൾ കഴിക്കാത്ത കാര്യങ്ങളൊന്നും നോക്കാൻ പപ്പായ്ക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനാണ് നോക്കുന്നത്. ഇതെല്ലാം തുടയ്ക്കാറായി. ഇനിയിപ്പം ഒരാഴ്ച കൂടെ അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ടേ പരിക്കാത്തോട്ട് നോക്കുന്നുള്ളത് ഓർത്തോണ്ടായിരിക്കും. നടമഴയൊക്കെ പെയ്യുമ്പോഴേ നമ്മൾ മുറിക്കകത്ത് ചുമ്മാ ഇരിക്കുമല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അന്നേരം ഇച്ചിരി വെള്ളം എടുത്തോണ്ട് എല്ലാം തൂത്തുടച്ചൊക്കെ വെക്കാൻ ഓർത്താണ് ഞാൻ ഇരിക്കുന്നത് ആ സമയത്ത്. അപ്പം ഇപ്പം കിടക്കാറായി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റ.